ഫാസിലി ബറൈൽവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ മുത്തനബിന്റെ ആശയങ്ങളിൽ പെടുത്തട്ടെ. ജീവിതം മുഴുവനും ഹബീബിന്റെ മഹബ്ബത്തിന് വേണ്ടി സമർപ്പിച്ച ആ മഹാനുഭാവൻ ജീവിതത്തിൽ മുത്തനബിയുടെ മദ്ഹ് എഴുതാത്ത പാടാത്ത ദിവസം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുത്തനബിയെ നിത്യവും സ്വപ്നം കണ്ട മഹാനായിരുന്നു ഇമാം മുഹമ്മദ് റസാ ഖാൻ ഫാസിലി ബറൈൽവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരുപാട് കറാമത്തുകളുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ ഇമാം മുഹമ്മദ് റസാ ഖാൻ തങ്ങൾ വഫാത്തായ ദിവസം മിസ്റിലെ ഒരു മഹാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ഷരീഫിന്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതായിട്ട് ആ മിസ്റിലെ മഹാൻ സ്വപ്നം കാണുകയാണ്. അങ്ങനെ സ്വപ്നത്തിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ അങ്ങ് റൗള ഷരീഫിന്റെ പുറത്തിറങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് ഇന്ത്യയിലെ ബറൈൽവി ഷരീഫിൽ അഹമ്മദ് റസ എന്ന് പറയുന്ന എന്നെ വളരെയധികം സ്നേഹിക്കുന്ന വലിയൊരു ആശിഖ് ഇന്ന് വഫാത്തായിട്ടുണ്ട്. അവരുടെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് മദീനത്തൊരു സ്വീകരണം കൊടുത്തു വിടാൻ വേണ്ടിയാണ് ഞാൻ റൗള ഷരീഫിന്റെ പുറത്തിറങ്ങി നിൽക്കുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ ആ മഹാനോട് പറഞ്ഞു. അങ്ങനെ നേരം പുലർന്ന ആ മഹാൻ ഇന്ത്യയിലെ ബറൈൽവി ഷരീഫ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഇവിടെ വന്നിട്ട് ബറൈൽവി ഷരീഫ് അന്വേഷിച്ച് അവിടെ എത്തി. അഹമ്മദ് റസാ ഖാനെ കുറിച്ച് നാട്ടുകാരോട് ചോദിച്ചപ്പോ അവര് പറയാ, നാട്ടുകാർ ഇന്നലെ രാത്രി അഹമ്മദ് റസാ ഖാൻ വഫാത്തായി. അപ്പൊ ആ സ്വപ്നം കണ്ട സമയത്ത് തന്നെ ആയിരുന്നു അഹമ്മദ് റസാ ഖാൻ തങ്ങൾ വഫാത്തായത്. അങ്ങനെ ഇവിടെ വന്ന് ആ സ്ഥലം കണ്ടുപിടിച്ച് മഹാന്റെ സാന്നിധ്യത്തിൽ വെച്ച് ദുആർന്ന് സിയാറത്ത് ചെയ്തു. ഇത്രയും വലിയ മുത്തുനബിയുടെ എല്ലാ പൊരുത്തവും കരസ്ഥമാക്കിയ നമ്മുടെ രാജ്യക്കാരൻ ഇന്ത്യക്കാരനായ മഹാനായ ഇമാം മുഹമ്മദ് റസാ ഖാൻ ഫാസിലി ബറൈൽവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെയൊക്കെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ മഹാനുഭാവൻ രചിച്ച ഇഷ്കിന്റെ വരികളാണ് ഇവിടെ പ്രിയപ്പെട്ട സിറാജുൽ അൻവർ അവതരിപ്പിക്കാൻ പോകുന്നത്. ഉറുദു ഇഷ്കിന്റെ ഭാഷയാണ്. അതിന്റെ ഓരോ വരികൾക്കും മലയാളത്തിൽ നമ്മൾ അർത്ഥം വെച്ചാൽ എങ്ങനെ അത് ഒക്കൂല. അത്രത്തോളം നല്ല മധുരമുള്ള വരികൾ, ഓരോ വരികൾക്കും വലിയ അർത്ഥം. ഹബീബായ മുത്തുനബിയോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ക് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വരികൾ. മദീനത്തൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ അവിടെ പോയി റസൂലുള്ളാഹിന്റെ ആ കാൽക്കൽ ഇരുന്ന് നമ്മളിങ്ങനെ മധുവൊക്കെ പാടി നമ്മളിങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ ദ്വാരക്കും, എല്ലാ നമ്മളെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ദ്വാരക്കും. പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ, ഉത്തർപ്രദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ഉത്തരേന്ത്യയിലെ ഉറുദു അറിയുന്ന ആളുകൾ അവിടെ ചെന്ന ഓൽക്ക് വർത്താനം പറച്ചിലൊന്നുമില്ല. അവരെല്ലാം നാത്ത, അവരുടെ എല്ലാ വിഷയങ്ങളും അവര് പാട്ടായിട്ടാണ് പറയാ. അപ്പൊ ഈ നാത്ത ഷരീഫ് ഇങ്ങനെ പാടുമ്പോൾ അതിലെല്ലാം ഉണ്ടാകും ദുന്യവിയും മുഖവയുമായ എല്ലാ ലക്ഷ്യങ്ങൾക്കും എല്ലാ സാക്ഷാത്കാരങ്ങൾക്കും എല്ലാം ആ ഓരോ വരികളിലും ഉണ്ടാകും. അപ്പൊ അവരിങ്ങനെ ഖുബ്ബത്തുൽ ഖളറാവ് നോക്കിയിട്ട് ഇങ്ങനെ പാടുന്നത് കാണുമ്പോൾ വലിയ ആനന്ദമാണ്. അള്ളാഹു നമുക്ക് ഉറുദു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉറുദു അറിയുന്നവരുണ്ടാവും ഒരുപാട് ആളുകൾ സദസ്സിൽ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും പാടുന്നത് ഹബീബിന്റെ മദ്ഹാണ്. അപ്പൊ ബുർദ ഇവിടുന്ന് ചൊല്ലിത്തന്ന സമയത്ത് നിങ്ങൾക്ക് മൗലായ ചൊല്ലാൻ അവസരം നൽകിയതുപോലെ ഉറുദു നാത്തിലും ആ കുട്ടി പാടുന്ന സമയത്ത് നിങ്ങൾക്ക് പാടാൻ അവസരം നൽകും. ഹംദിന്റെ നാത്തുകളിൽ അല്ലാഹ് അല്ലാഹ് എന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, പിന്നെ റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചുകൊണ്ട് ഉറുദുവിൽ സർക്കാർ കി ആമദ്, ദിൽദാർ കി ആമദ്, സബ് മിൽക്കർ ബോലോ, സബ് ഊച്ചാ ബോലോ, സബ് ആക്കർ ബോലോ എന്നൊക്കെ പറയും. ഉച്ചത്തിൽ മർഹബ മർഹബ എന്ന് ചൊല്ലി മുത്തുനബിയെ വരവേൽക്കുക. നിങ്ങൾ മർഹബ ചൊല്ലാതിരിക്കുമ്പോ ഇടക്ക് കുട്ടി പറയും ഷർമാന ചോടോ എന്ന് പറയും. നിങ്ങളെ ചീത്ത പറയണം നിങ്ങൾ ആരും വിചാരിക്കരുത്. ഷർമാന ചോടോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മുത്തുനബിക്കൊന്ന് കൈയുയർത്തി മർഹബ ചൊല്ലി എന്നാണ് അർത്ഥം. അപ്പൊ എങ്ങനെയൊക്കെ ഹബീബിനോട് ഇന്നത്തെ രാത്രി ഇഷ്ക് പ്രകടിപ്പിക്കാൻ കഴിയോ? എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, പരിശുദ്ധ ദീൻ, ആ ദീൻ വളർത്തിയ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിക്ക് ഇന്ന് നമ്മൾ അവിടത്തേക്ക് നമ്മുടെ ആരോഗ്യവും ശബ്ദവും ഒക്കെ ഉപയോഗപ്പെടുത്തി നല്ല ഉച്ചത്തിൽ ഹബീബിനോട് ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി മർഹബ ചൊല്ലി സദസ്സിനെ ധന്യമാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കി. ഇരുന്നും അടുത്തിട്ടുണ്ടാവും അല്ലെ? നമ്മളൊക്കെ ഈമാൻ കുറഞ്ഞ ആളുകളായതുകൊണ്ട് കൂടുതൽ സഹിക്കാനും പൊറുക്കാനും ഒന്നും കഴിയില്ല. ഒരുപാട് ഉസ്താദന്മാർ സദസ്സിലുണ്ട്. അവരെ എഴുന്നേറ്റ് എത്തുമ്പോൾ വലിയ വിഷമമുണ്ട്. അല്ലാഹു നമ്മൾ ഉസ്താദന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോ ഒരു
ഉന്മേഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മുത്തനബിയുടെ മദ്ഹാണല്ലോ നമ്മൾ പാടുന്നത്, നിങ്ങൾ കേൾക്കുന്നതൊക്കെ. അത് കേൾക്കുമ്പോൾ പാടുമ്പോൾ നല്ല ഉന്മേഷത്തിൽ ആവേശത്തിലായിരിക്കണം. അപ്പം മുത്തനബിക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല ഉച്ചത്തിലൊന്ന് തക്ബീർ ചൊല്ലുക. ഖുലു തക്ബീർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഉറുദുവിൽ നാരേ തക്ബീർ എന്ന് പറയും. അല്ലാഹു അക്ബർ. പിന്നെ റസൂലുള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ട് നാരേ റിസാലത്ത് എന്ന് പറയും. മുത്തനബിയെ പുകഴ്ത്തിയ പിന്നെ നമ്മൾ അടങ്ങിക്കാൻ പാടില്ല. രണ്ട് കയ്യും ഉയർത്തി യാ റസൂലല്ലാഹ്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയല്ല നമ്മൾ കൈയുയർത്തുന്നത്, സിനിമാ നടന്മാർക്ക് വേണ്ടിയല്ല, നടിമാർക്ക് വേണ്ടിയല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തനബിക്ക് വേണ്ടിയാണ്. ധൈര്യമായിട്ട് എല്ലാവരും കൈയുയർത്തുക. അല്ലാഹു നമ്മളെ കൈകളെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഉറുദുവിന്റെ നാത്ത ഷരീഫിന്റെ ഒരു ശൈലി ആദ്യം ഒന്ന് തക്ബീർ ചൊല്ലിപ്പിക്കല്. അത് നമ്മളൊന്ന് ഉണരാൻ വേണ്ടി, ഒരു ആവേശം ഉണ്ടാകാൻ വേണ്ടി. അപ്പൊ എല്ലാവരും ബാക്കിലുള്ള ആളുകളൊക്കെ ശബ്ദം കേൾക്കണം. നാരേ തക്ബീർ, നാരേ തക്ബീർ, നാരേ റിസാൽ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും ഉയർത്തി യാ റസൂലല്ലാഹ്. അല്ലാഹു ഖബൂലാക്കട്ടെ. രണ്ട് കൈയും ഉയർത്തി നാരേ റിസാലത്ത്, നാരേ റിസാലത്ത്, നാരേ റിസാലത്ത്. സർക്കാർ की आमद मरहबा. എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. സർക്കാർ की आमद, दिलदार की आमद, सब मिलकर बोलो, सब ऊंचा बोलो, नारे तकबीर, अल्लाहु अकबर, नारे रिसालत. നമ്മളെ ഈ പരിപാടി നമ്മൾ മാത്രമല്ല കാണുന്നത്, വീക്ഷിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അറബി രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ നൂറുകണക്കിന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖീങ്ങളിൽ അവരെയും നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ എല്ലാ ഖൈറായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട നമ്മളെ ഗഫൂർ മിസ്ബാഹി ഉസ്താദിന്റെ നാടാണ് ഞാനിപ്പോൾ അവസാനം. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. വലിയ സുന്നത്ത് ജമാഅത്തിന് വലിയ ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല ആവേശത്തോടുകൂടെ നഅത്ത് ചൊല്ലുക. അള്ളാഹു നമ്മളും കബൂലാക്കട്ടെ. हमारे सामने आका अलैहिस्सलाम के जिक्र करने के लिए, नात शरीफ पढ़ने के लिए हमारा छोटा नात खान मोहम्मद सिराजुल अनवर तशरीफ लाए. अऊज़ु बिल्लाहि मिनश शैतानिर रजीम. बिस्मिल्लाहिर रहमानिर रहीम. मोहतरम उलमाए किराम, सामिईन किराम, रफ़ीक़ान मिल्लत, प्यारे भाइयों दोस्तों, अस्सलामु अलैकुम व रहमतुल्लाह. आप लोग मेरा सलाम सुना नहीं? सुना नहीं? हक़्क़ुल मुस्लिम अलल मुस्लिम सित्तुन इज़ा लक़ीतु मुस्लिमन. सलाम करना सुन्नत मगर जवाब देना वाजिब. सारा आदमी का तबीयत अच्छी है ना? तबीयत अच्छी है ना? है ना? ये तो जरा ऊंची आवाज में जवाब दीजिए. अस्सलाम वालेकुम. अल्लाह और उसके रसूल सल्लल्लाहु अलैहि वसल्लम मेहराना पर को जो माना को फरमाए. दुरूद पाक सरकार की बारगाह में इतनी ज़्यादा जवाह है, अपनी मौजूद भी कैसे दिलाए, मिलके पढ़े. सल्लल्लाहु अलैहि या रसूल अल्लाह वसल्लम अलैका या हबीब अल्लाह सल्लल्लाहु अलैहि या रसूल अल्लाह वसल्लम अलैका या हबीब अल्लाह. खाक सूरज से अंधेरों का उजाला होगा, आका आप आए तो मेरे घर में उजाला होगा. आका आप आए तो मेरे घर में उजाला होगा. इश्क सरकार, इश्क सरकार के एक शम्मा जला लो दिल में. आशिकों बाद मरने की खबर में भी उजाला होगा.
बाद मरने के कब्र में भी या लागोग पढ़िए सल्लल्लाहु अलैहि रसूलल्लाह वसल्लम अलैका या हबीबल्लाह। മാഷാ അല്ലാഹ് ഈ സദസ്സിൽ ഉറുദു അറിയുന്ന വെസ്റ്റ് ബംഗാളിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അൽഹംദുലില്ലാ। हमारा मजलिस में वेस्ट बंगाल से बहुत भाइयों मौजूद है अल्हम्दुलिल्लाह। हम सबको अल्लाह बरकत अता फरमा दे इंशाअल्लाह। बोलो अल्लाहू अल्लाहू, दोनों हाथों बुलंद करके अल्लाहू, पीछे बैक वाले अल्लाहू 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 अल्लाह 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 अल्लाह
नारे तकबीर, नारे रिसालत, नारे रिसालत। या मुस्तफा या मुस्तफा या मुस्तफा मुस्तफा या मुस्तफा मुस्तफा पीछे बैग बोले या मुस्तफा या मुस्तफा या मुस्तफा मुस्तफा दोनों हाथ लगे या मुस्तफा या मुस्तफा 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 या मुस्तफा मुस्तफा सरकार की आमद मरहबा सरकार की आमद मरहबा मरहबा सब
नारे तकबीर, नारे तकबीर, नारे रिसालत. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. എല്ലാവർക്കും തബറക്കും കിട്ടിയിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ വലിയ സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു ആ പ്രവർത്തകർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ചിലപ്പോൾ ചിലർ കരുതും പൊതി തന്നാൽ പോകാനാണെന്ന്. ആരും കരുതിയിട്ടില്ല എന്ന് ഉറപ്പായി. കാരണം പൊതിയൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അല്ലാഹു ആ പ്രവർത്തകർക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. നമുക്ക് കിട്ടിയ ചീരിനി അല്ലാഹു നമുക്കൊരു ഔഷധമായി ആക്കി തരുമാറാവട്ടെ. ആമീൻ. या रसूल अल्लाह या रसूल अल्लाह या रसूल अल्लाह या हबीब अल्लाह या रसूल अल्लाह. आप उठा के बोलो हबीब अल्लाह या रसूल अल्लाह या हबीब अल्लाह.
दोनों हाथों बुलंद करके या हबीबी मरहबा या हबीबी मरहबा जज़ल हुसैनी मरहबा या नूरल अज़्ज़ मरहबा या हबीबी मरहबा या हबीबी मरहबा जज़ल हुसैनी मरहबा या नूरल अज़्ज़ मरहबा नारे तकबीर, अल्लाहु अकबर, नारे रिसालत, या रसूल अल्लाह, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിക്ക് നമ്മൾ കൈ ഉയർത്തണം. ഇവിടെ നമ്മൾ ജിന്ദാബാദ് വിളിക്കണം. അത് തന്നെയാണ് നമ്മളെ മുദ്രാവാക്യം. സർക്കാർ ഖിയാമത്ത് മർഹബ, ദിൽദാർ ഖിയാമത്ത് മർഹബ. അവിടെ നമ്മൾ എന്തിനാ മടിക്കുന്നത്? അവിടെ മാത്രം നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നില്ല നോക്കിയിട്ട് മടിച്ചു നിന്നാൽ ചിലപ്പോൾ നാളെ ആഖിറത്ത് ചെല്ലുമ്പോൾ മുത്തുനബിക്കും ചിലപ്പോൾ നമ്മളോട് മടി വരും നമ്മളെ കാണുമ്പോൾ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് കൈ ഉയർത്താത്തവരൊന്നും മോശക്കാരാണെന്ന് പറയുന്നില്ല. കാരണം ഇഷ്ക് പല രൂപത്തിലാണ്, കൽബിൽ മാത്രമായിരിക്കും. ഇവിടെ ഉറുദു നാത്ത് ഷരീഫ്
കൽബും മനസ്സും ശരീരമൊക്കെ ഇളകിക്കൊണ്ടുള്ള ഇഷ്കാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഉച്ചത്തിൽ എല്ലാവരും മർഹബ ചൊല്ലാം. എന്നൂലല്ലോ ഇന്നത്തെ രാത്രി മുത്തുനബിക്ക് എല്ലാം സമർപ്പിക്കാം. അള്ളാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് മുത്തുനബിന്റെ ശഫാഅത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. സർക്കാർ की आमद, दिलदार की आमद, सब मिलकर बोलो, सब ऊंचा बोलो। अस्सलातु वस्सलामु अलैका या रसूलल्लाह, अस्सलातु वस्सलामु अलैका या हबीबल्लाह, अस्सलातु वस्सलामु अलैका या रसूलल्लाह, अस्सलातु वस्सलामु अलैका या हबीबल्लाह, अस्सलातु वस्सलामु अलैका या रसूलल्लाह, अस्सलातु वस्सलामु अलैका या Ya
അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എത്ര പാടിയാലും പറഞ്ഞാലും തീരാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പഠിച്ചവനെ ഞങ്ങളെ സക്കറാത്തിന്റെ ഹാല് വരെ പാടി പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സക്കറാത്തിന്റെ ഹാലിൽ ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ച് കരഞ്ഞ റസൂലുള്ളാഹി ആ മുത്തുനബിയുടെ മദ്ഹ് ഞങ്ങളെ സക്കറാത്തിന്റെ ഹാല് വരെ പാടി പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ മരിക്കുന്ന സമയം പുന്നാര ഹബീബിന്റെ തിരുമുഖം കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്ക് സിനിമാ ഗാനങ്ങൾ വേണ്ട, അശ്ലീല പാട്ടുകൾ വേണ്ട, പൈങ്കിളി പാട്ടുകൾ വേണ്ട. ഹബീബായ മുത്തുനബിയുടെ മദ്ഹ് അത് ഏത് ഭാഷയിലും ആണെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഹബീബിന്റെ മദ്ഹ് കേൾക്കാൻ നാം തയ്യാറാകുക. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നാം അറിയാതെ ഡൗൺലോഡ് ചെയ്തു പോയ സിനിമാ പാട്ടുകൾ, സിനിമാ ക്ലിപ്പുകൾ, പൈങ്കിളി പാട്ടുകൾ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യുക. ആ സ്ഥാനത്തേക്ക് ഹബീബിന്റെ മദ്ഹ് ഡൗൺലോഡ് ചെയ്ത് അത് കേട്ട് ആസ്വദിക്കുക. ഈ സദസ്സിൽ ഞാനും നിങ്ങളൊക്കെ വന്നത് ആത്മീയ പുരോഗതി ലക്ഷ്യം വെച്ച എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്ന് കരുതി വന്നവരാ. ഈ സദസ്സ് നന്നാവാൻ വേണ്ടി പ്രതിജ്ഞയെടുക്കാൻ പറ്റിയ മജ്‌ലിസായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അല്ലാഹു ആയുസ്സും ആരോഗ്യത്തെ ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളാരും കള്ളു കുടിക്കുന്നവരോ ചീട്ട് കളിക്കുന്നവരോ കഞ്ചാവരിക്കുന്നവരോ ആകാതെ അല്ലാഹു നൽകിയ ആയുസ്സും ആരോഗ്യം ദീനിനു വേണ്ടി സമർപ്പിച്ച് ആ അത്തരം ആളുകൾക്ക് നാളെ അർശിന്റെ തണൽ കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അർശിന്റെ തണൽ കിട്ടാൻ വേണ്ടിയാണ് SSF, ആ അർശിന്റെ തണൽ കിട്ടാൻ വേണ്ടിയാണ് SYS. അതുകൊണ്ട് നിങ്ങൾ SYSന്റെയും SSFന്റെയും പ്രവർത്തകരായി ആ അർശിന്റെ തണൽ കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മമാര്, സഹോദരിമാര്, ജീവിതം നന്നാക്കുക, ശരീരം മറച്ചു നടക്കുക. മുത്തുനബി പൊരുത്തപ്പെടാത്തൊരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ, നഫീസത്ത് ബീബി റളിയല്ലാഹു അൻഹ അവരൊക്കെ പിന്തുടർന്ന് ജീവിക്കുക. ഇശാമാരുകൾക്കിടയിൽ ഖുർആൻ ഓതുക, സ്വലാത്ത് ചൊല്ലുക, മുഹീദ്ദീൻ മാല പാടുക, നഫീസത്ത് മാല പാടുക. ഇശാമാരുകൾക്കിടയിൽ സീരിന്റെ മുന്നിൽ തപസ്സിരിക്കുന്ന സഹോദരിമാരെ ഇനി ഒരിക്കലും അത് കാണരുത്. ഈ സദസ്സിൽ വെച്ച് പ്രതിജ്ഞ എടുക്കുക. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അവസാനിക്കുകയാണ് ബുർദയുടെ അവസാന ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോഴേ ഈ മജ്‌ലിസിന്റെ പൂർണ്ണ പുണ്യത നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മളെല്ലാ മദ്ഹുകളും പാടി പറഞ്ഞ് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ ഒരിക്കലും അല്ലാഹു നമ്മളെ തട്ടിക്കളയില്ല. പുന്നാര നബിയുടെ മദ്ഹിന്റെ സദസ്സ് ഒരിക്കലും അല്ലാഹു തട്ടിക്കളയില്ല. ഹബീബായ മുത്തുനബിയിലേക്ക് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും സമർപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി നല്ല ചിന്തയോടുകൂടെ നമ്മുടെ ചിന്ത പൂർണ്ണമായി മദീനയിലേക്ക് തിരിച്ചുകൊണ്ട്, മദീനയുടെ പച്ചക്കുബ്ബ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, പുന്നാര നബിയെ കൊണ്ട് എന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്നു കിട്ടണം, എന്റെ ഖൽബ് നന്നായി കിട്ടണം, ആത്മീയ പുരോഗതി ഉണ്ടാകണം, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ സദസ്സ് കൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ കഴിയണമെന്നുള്ള ചിന്തയോടുകൂടെ ആക്രമം മാത്രം ഇൻഷാ അല്ലാഹ് ചൊല്ലി അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി നല്ല ഉച്ചത്തിൽ ചൊല്ലു. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ഒന്നും കൂടെ അർജന്റ് ഇല്ലാത്ത ആളുകൾ ഒന്നും കൂടെ അടുത്തോട്ട് വരും. അർജന്റ് ഇല്ലാത്ത ആളുകളൊക്കെ ദുആ കഴിഞ്ഞിട്ട് പോകാൻ ആഗ്രഹിച്ചു വന്ന ആളുകളൊക്കെ മുന്നോട്ട് വരും. അങ്ങനെ ആഗ്രഹിച്ചു വന്നവരൊക്കെ എല്ലാവരും മുന്നോട്ട് വരും. ദുആ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ മജ്‌ലിസിന്റെ പൂർണ്ണ പുണ്യത കിട്ടുന്നത്. അപ്പോൾ തിരക്കില്ലാത്ത ആളുകളൊക്കെ മുന്നോട്ട് വരും. നമ്മൾ മുത്തുനബിയെ വിളിക്കാൻ പോവുക, ഹബീബിലേക്ക് നമ്മളെല്ലാ സങ്കടങ്ങളും സമർപ്പിക്കാൻ പോവുക. ഒരിക്കലും മുത്തുനബി നമ്മളെ കൈവടിയില്ല. മുത്തുനബി നമ്മളെ തിരിഞ്ഞു നോക്കാതിരിക്കില്ല. ഈ പാതിരാ സമയത്തിന്റെ കരുണഘട്ടങ്ങളായ യുവാക്കളെ, പല മുസ്ലിം യുവാക്കളും ഈ സമയത്ത് കള്ളു കുടിച്ചുകൊണ്ടും ചീട്ട് കളിച്ചുകൊണ്ടും കഞ്ചാവ് വലിച്ചുകൊണ്ടും അവരുടെ സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തും. അതിലേക്കൊന്നും പോകാതെ പുന്നാര നബിയെ കൊണ്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു വന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ഒരിക്കലും ഈ സദസ്സ് നമുക്ക് പായാകൂല. മുത്തുനബി ഈ പാതിരാ സമയത്ത് അതിലേക്കൊന്നും പോകാതെ മുത്തുനബിയുടെ പൊരുത്തം പ്രതീക്ഷിച്ച് വന്ന നമ്മളെ ഹബീബ് നോക്കാതിരിക്കില്ല. ആ ഹബീബിലൂടെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഈ ആക്രമം ചൊല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാതെ ആത്മാർത്ഥമായി ആദ്യമായി നമ്മുടെ ഖൽബിൽ നാം കരുതേണ്ടത് നമ്മുടെ ആത്മീയ പുരോഗതി. ശേഷം നമ്മുടെ ദുന്യവിയായ കാര്യങ്ങളൊക്കെ കരുതി ആത്മാർത്ഥമായി ചൊല്ലുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് അനുഭവിക്കാൻ കഴിയും. ഒരുപാട് മുതഅല്ലിമീങ്ങൾ നിറഞ്ഞ സദസ്സാ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാ. ഇതൊന്നും ഉണ്ടാകൂല. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഖുലൂബ് യാ റസൂലല്ലാഹ് ഇന്നൽ ഖുലൂബ ഇലൽ ഹബീബി
تميل ومعي بذلك شاهد ودليل أما الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل صلوا وسلموا على النبي اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أكرم الخلق من آله به سواك عند بلوغ الحديث الحميم وعلي رسول الله جاءك به إلى الكريم تجلى باسم منتقم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منغرم مولاي الخلق كلهم يا ربي واجعل بجائي غير منعكس لديك واجعل حسابي غير
بكفاي للخلق كلهم ثم الرضا عن أبي بكر وعن عمر ثم الرضا عن أبي بكر وعن عمر وعن علي وعثمان بالكرم مولاي صل وسلم دائما أبدا على حبيبك فاي للخلق كلهم سعد بن زبير بن طلحة وأبي سيدات وابن عوف من عاشر الكرم واغفر إلا للمسلمين بما واغفر إلهي للمسلمين بما يصلون في مسجد الأقصى في الحرم مولاي صل وسلم دائما أبدا على حبيبك غاية الخلق كلهم واغفر إلهي لكل المسلمين بما يتلون في المسجد الأقصى وفي الحرم بجاه من بيته في طيبة حرم واسمه قسم من أعظم القسم وهذه بردة المختار قد ختمت والحمد لله والحمد لله والحمد لله في بدء وفي ختم أبياتها قد أتت 60 مع 100 فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا
عليك يا رسول سلام عليك يا حبيبي سلام عليك صلوات الله عليك يا نبي سلام عليك يا رسول سلام عليك يا نبي سلام عليك يا رسول سلام عليك يا حبيبي سلام عليك صلوات الله عليك أنت شمس أنت بدر أنت نور فوق نور أنت شمس أنت بدر أنت نور فوق نور أنت إكسير الضغاني أنت مصباح الصدور يا نبي سلام عليك يا رسول سلام عليك يا نبي سلام عليك يا رسول سلام عليك يا حبيبي سلام عليك صلوات الله عليك يا حبيبي يا محمد يا عروس الخافقين يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي سلام عليك يا رسول سلام عليك يا نبي سلام عليك يا رسول سلام عليك يا حبيبي سلام عليك صلوات الله عليك പാടി ഞങ്ങളിന്ന് മദദ് തേടി മദദ് തേടി വാഴ്ത്തിടുന്നു എന്നും എന്നും മുത്തനൂരേ മനം നൊന്ത് കേടിടുന്നു യാ റസൂലേ വാഴ്ത്തിടുന്നു എന്നും എന്നും മുത്തനൂരേ മനം നൊന്ത് കേടിടുന്നു യാ റസൂലേ പുണ്യതീർത്ഥം ഹൗദുൽ